ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് എന്നുള്ളത്. സോ ഇത് എപ്പോഴും എന്റെ മക്കൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഈ ഒരു വീഡിയോയിലോട് കൂടി ഇതിലെ എല്ലാ കൺഫ്യൂഷനും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, തീർക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. സോ എന്താണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്നുള്ളത്? നമ്മുടെ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എന്താ? സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് ആണ് അല്ലെ. അപ്പൊ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? ആക്ഷൻ ചെയ്യുന്ന ആളെയാണ് നമ്മൾ സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ മിസ് നിങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ആക്ഷൻ എന്താണ്? ടീച്ചിങ് ആണ് അല്ലെ. അപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ആരാണ് സബ്ജക്ട്? ഞാനാണ്. കാരണം ഞാനാണ് ആക്ഷൻ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് അടുത്തത് എന്താ? ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ആ ഒരു സെന്റൻസിനോട് വാട്ട് അല്ലെങ്കിൽ ഹും എന്ന് നമ്മൾ ചോദിക്കാം. വാട്ട് അല്ലെങ്കിൽ ഹും എന്ന് ചോദിക്കാം. ഇത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ആയിട്ട് വരിക. ടോം ഈറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചോദിക്കാം? വേർബ് കഴിഞ്ഞിട്ട് ഉടനെ വാട്ട് അല്ലെങ്കിൽ ഹും എന്ന് ചോദിക്കാം. വാട്ട് അല്ലെ, വാട്ടിന് ആൻസർ ഉണ്ട് അല്ലെ, ഐസ്ക്രീം എന്ന ആൻസർ ഉണ്ട്. സോ എന്താണ്? അതാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരിക. സോ ആരിലാണോ ആക്ഷൻ വന്ന് പതിക്കുന്നത് അവരെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കോമൺ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് ആണ്. ഇതിന് നമ്മൾ തിരിച്ചെഴുതാം. ഒബ്ജക്ട് വേർബ് സബ്ജക്ട് ഇതാണ് എന്തായിട്ട് വരിക? പാസീവ് വോയിസിൽ വരിക. സോ ഇങ്ങനെ നമ്മൾ സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് സ്ട്രക്ചറിലുള്ള ഒരു സെന്റൻസിനെ എന്താക്കുന്നു? സബ്ജക്റ്റിന്റെ പൊസിഷനിലേക്ക് ഒബ്ജക്റ്റിനെ കൊണ്ടുവരുന്നു. വേർബ് പിന്നെ സബ്ജക്ട്, ഈ ഒരു ഓർഡറിൽ അതിനെ മാറ്റി എഴുതുന്നതിനെയാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ആ ഒരു പാസീവ് വോയിസ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ അറിയേണ്ടത്, എപ്പോഴും പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ വേർബിന്റെ V3 ഫോം ആണ് യൂസ് ചെയ്യുക. V1 V2 V3 ഏറ്റവും ലാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്, V3 ഫോം ആണ് നമ്മൾ എപ്പോഴും പാസീവ് സെന്റൻസിൽ യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് ഇനി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബൈ എന്നുള്ള ഒരു ഏജന്റ് കൂടി എപ്പോഴും ആഡ് ചെയ്യാറുണ്ട് പാസീവിലേക്ക് മാറ്റുമ്പോൾ. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കാം. ഇനി എന്താണടാ മിസ് ഇതാ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓരോ സെന്റൻസിനെയും അല്ലെ, ഓരോ ടെൻസിലുള്ള സെന്റൻസിനെയും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് പ്രോണൗൺസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നോക്കാം കേട്ടോ. ആക്റ്റീവ് വോയിസ് പ്രോണൗണിൽ ഐ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പാസീവിലേക്ക് മാറ്റം എങ്ങനെയാ? ഐനെ നമ്മൾ മീ ആക്കണം അല്ലെ. പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ ഐനെ നമ്മൾ മീ ആക്കണം. വീനെ നമ്മൾ എന്താക്കണം? അസ് ആക്കണം. ഹീനെ നമ്മൾ എന്താക്കണം? ഹിം ആക്കണം. ഷീനെ നമ്മൾ എന്താക്കണം? ഹെർ എന്നാക്കണം, അവള് എന്നാക്കണം അല്ലെ. ദേനെ നമ്മൾ ദം ആക്കണം. യുന് യു തന്നെയാണ്, ഇറ്റിന് ഇറ്റ് തന്നെയാണ്. സോ ആ ഒരു ആക്റ്റീവിനെ പാസീവിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ഈ പ്രോണൗൺ ചേഞ്ചസുകൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഓരോ ടെൻസിനെയും പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഓക്കെ, സിമ്പിൾ പ്രസന്റിൽ ഒരു സെന്റൻസ് തരാണ്. സിമ്പിൾ പ്രസന്റ് ആണ് നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? വേർബിലേക്ക് നോക്കിയാൽ മതി അല്ലെ. വേർബിന്റെ ബേസ് ഫോമിലാണ്. വി അല്ലെങ്കിൽ V+S ഫോമിലാണെങ്കിൽ നമുക്ക് പറയാം അത് പ്രസന്റ് ടെൻസിലാണ് എന്ന്. ഷീ റൈറ്റ്സ് എ ലെറ്റർ. ഇതില് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇവിടെയുള്ള ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കാം. ഷീ റൈറ്റ്സ് വാട്ട്? ആ ലെറ്റർ അല്ലെ. ആ ലെറ്റർ എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ആയിട്ട് വരിക. അത് നമ്മൾ ആദ്യം എടുത്ത് എഴുതാം. ഇനി സിമ്പിൾ പ്രസന്റിലാവുമ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഈസ് അല്ലെങ്കിൽ ആർ നമ്മൾ യൂസ് ചെയ്യണം അല്ലെ. ഈസ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? ഒരാളാണെങ്കിൽ നമ്മൾ ഈസ് യൂസ് ചെയ്യുക. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ആർ യൂസ് ചെയ്യും. സോ ലെറ്റർ എന്ന് പറയുമ്പോൾ ഒരു ലെറ്റർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? ഈസ് യൂസ് ചെയ്യണം. ഇനി റൈറ്റ്സിന് നമ്മൾ എന്താക്കണടാ? റൈറ്റ്സിന്റെ V3 എന്താ? റൈറ്റ്, റോട്ട്, റിട്ടൺ ആണ് അല്ലെ. അപ്പൊ V3 ഫോമിലേക്ക് നമ്മൾ എഴുതണം റിട്ടൺ ബൈ എന്നുള്ള ഏജന്റ് ചേർക്കുക. ഷീന് നമ്മൾ എന്താക്കണം? ഹെർ ആക്കണം. ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹെർ. സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ സിമ്പിൾ പ്രസന്റിൽ വന്നാൽ ഈസ് അല്ലെങ്കിൽ ആർ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നത് മാത്രം നിങ്ങൾ ആലോചിക്കുക. അടുത്ത നോക്കിക്കേ, പ്രസന്റ് കണ്ടിന്യൂസിൽ ഒരു സെന്റൻസ് വരാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് എങ്ങനെയാണോ മനസ്സിലാക്കുക? ഇവിടെ ഈസ് അല്ലെങ്കിൽ ആർ ഉണ്ടാവും, അതിന്റെ കൂടെ ഒരു ING കൂടി ഉണ്ടാവും അല്ലെ. വേർബിന്റെ ING ഫോമിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് കണ്ടിന്യൂസ് ടെൻസിലാണ് എന്നുള്ളത്. ഇവിടെ പ്രസന്റ് ആണ് മനസ്സിലായത് നമുക്ക് എങ്ങനെയാ? ഈസ് അല്ലെങ്കിൽ ആർ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. ഇനി കണ്ടിന്യൂസ് ഫോമിലുള്ള ഒരു സെന്റൻസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്? ബീങ് എന്നുള്ളത്. ഓക്കെ, സോ ബീങ് എന്നുള്ളത് എന്തായാലും നമ്മൾ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പൊ ഇനി നമുക്ക് ആദ്യം ഈ സെന്റൻസിനെ മാറ്റാം. ദേ ആർ പെയിന്റിംഗ് ദ വാൾസ് അല്ലെ. ദേ ആർ പെയിന്റിംഗ് വാട്ട്? ദ വാൾസ് എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പൊ ദ വാൾസ് എന്ന് എഴുതി. ദ വാൾസ്. വാൾസ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ ആണ്. ഒരുപാട് വാൾസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആർ എന്ന് എടുത്ത് എഴുതി. ദ വാൾസ് ആർ. ഉടനെ നമ്മൾ ആരെ എഴുതണോ? കണ്ടിന്യൂസ് ആയതുകൊണ്ട് ബീങ് എഴുതണം. ബീങ്
V3 form. Painted by they എന്താകും them ആകും. ക്ലിയർ? സിമ്പിൾ ആണ്. ഇവിടെ ആര് ആഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിച്ചാൽ മതി. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് തരാണ്. ഹാസും ഹാവും തരാണെങ്കിൽ അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ബീൻ ആഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് പെർഫെക്റ്റ് ടെൻസ് തരാണ്. പ്രസന്റ് ആയാലും പാസ്റ്റ് ആയാലും പെർഫെക്റ്റ് ടെൻസ് തരാണെങ്കിൽ ഹാസും ഹാവും ഹാഡും ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ കൂടെ നമ്മൾ ആരെയാണ് ആഡ് ചെയ്യേണ്ടത്? ബീൻ ആണ് ആഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഈ സെന്റൻസിനെ ഒന്ന് ചെയ്യാം. ഷീ ഹാസ് റിട്ടൺ എ നോവൽ അല്ലെ, ഷീ ഹാസ് റിട്ടൺ എ നോവൽ എന്നാണ്. നിങ്ങൾ ആലോചിക്കുക, ഹാസും ഹാവിന്റെ ഒക്കെ കൂടെയുള്ള വേർബ് എപ്പോഴും എന്തായിരിക്കും? V3 ഫോം തന്നെയായിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അതിന്റെ V3 അവിടെ തന്നെ ഉണ്ടാവും. ഇനി നമ്മുടെ ഒബ്ജക്റ്റ് ആരായില്ലേ? നോവൽ ആണ് അല്ലെ. നോവൽ എന്ന് നമ്മൾ എടുത്തെഴുതി. നോവൽ, നോവൽ ഒറ്റ ആളാണ്. ഹാസ് നമ്മൾ എടുത്തെഴുതി. നോവൽ ഹാസ് കഴിഞ്ഞിട്ട് ഉടനെ ആരെ എഴുതണം? ബീൻ എഴുതണം. ബീൻ റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ് എന്ത് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്. അടുത്ത നോക്കിയേക്ക്, സിമ്പിൾ പാസ്റ്റിൽ ഒരു സെന്റൻസ് തന്നു. നമ്മുടെ വേർബ് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇത് സിമ്പിൾ പാസ്റ്റിലുള്ള സെന്റൻസ് ആണ്. അവിടെ നമ്മൾ എന്താ ചേർക്കേണ്ടത്? ഈസിനും ആറിനും പകരം നമ്മൾ അവിടെ എന്ത് ചേർക്കണം? അതിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വാസും വേറും ചേർക്കണം. സിംഗുലർ ആണെങ്കിൽ വാസ് ചേർക്കാം, പ്ലൂറൽ ആണെങ്കിൽ വേറെ ചേർക്കാം. നോക്കിക്കേ, ദേ വിസിറ്റഡ് ദ മ്യൂസിയം. അവർ മ്യൂസിയം വിസിറ്റ് ചെയ്തു. ദേ വിസിറ്റഡ് വാട്ട്? മ്യൂസിയം അല്ലെ. അപ്പൊ ദ മ്യൂസിയം എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ദ മ്യൂസിയം എന്ന് നമ്മൾ എഴുതിയത് മ്യൂസിയം എന്നുള്ളത് ഒറ്റൊരു സാധനം ഇല്ലേ. അപ്പൊ നമ്മൾ വാസ് എന്ന് എഴുതിയില്ലേ. വാസ് വിസിറ്റഡ്. V3 ഫോം ആലോചിക്കുക. വിസിറ്റഡ് ബൈ ദേ എന്താകും? ദം എന്നാകും. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ ആഡ് ചെയ്യേണ്ടത്? ബീങ് ആണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷെ അവിടെ ഈസ് അല്ലെങ്കിൽ ആറിന് പകരം അവിടെ എന്തായിരിക്കണം? വാസ് അല്ലെങ്കിൽ വേർ ആയിരിക്കും. പാസ്റ്റ് ടെൻസ് ആവുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ ആയിരിക്കും വരിക എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ഫോം ആവുമ്പോൾ എന്തായാലും എന്ത് വരും? എന്തായാലും ബീങ് വരും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഇനി നോക്കിയേ, ഷി വാസ് റീഡിങ് എ ബുക്ക്. ഷി വാസ് റീഡിങ് വാട്ട്? ആ ബുക്ക് എന്നുള്ളതാണ് അല്ലെ. ബുക്ക് എന്ന് നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് എഴുതി. ബുക്ക്, ബുക്ക് ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ വാസ് വേണോ വേറെ വേണോ? വാസ് ആണ്. വാസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബീങ് എഴുതണം. ബീങ് റെഡ് ബൈ ഹെർ അല്ലെ. റീഡിന്റെ V3 ഫോം എന്ത് തന്നെയാണ്? READ തന്നെയാണ്. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിക്കേ, പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് ആണ് അല്ലെ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാഡ് പ്ലസ് V3 ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആവുമ്പോൾ ഹാഡ് വരുമ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? ബീൻ ആണ് അല്ലെ. സോ ആൻസർ നോക്കിക്കേ, ഹി ഹാഡ് ഫിനിഷ് ദ പ്രൊജക്ട്. ഹി ഹാഡ് ഫിനിഷ് വാട്ട്? ദ പ്രൊജക്ട്. അപ്പൊ ദ പ്രൊജക്റ്റ് ആണ് എന്തായിട്ട് വരാ? നമ്മുടെ ഒബ്ജക്റ്റ് ആയിട്ട് വരാം. അപ്പൊ ദ പ്രൊജക്ട് ഹാഡ് എഴുതി. ഹാഡ് കഴിഞ്ഞിട്ട് ഉടനെ ആര് എഴുതണം? ബീൻ എഴുതണം. ബീൻ ഫിനിഷ്ഡ് ബൈ ഹിം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസാനത്തെ ടെൻസ് ആണടാ സിമ്പിൾ ഫ്യൂച്ചർ എന്നുള്ളത്. ഫ്യൂച്ചർ ടെൻസ് ആണ് എങ്ങനെയാ മനസ്സിലാവുക? വില്ല്, ഷാള് പോലെയുള്ള വേർഡ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? ബി ആണ് ആഡ് ചെയ്യേണ്ടത്. വില്ല്, ഷാളൊക്കെ പോലെയുള്ള വേർഡ്സ് വരാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്? ബി ആണ്. BE ആണ്. സോ ദേ വിൽ ഡെലിവർ ദ പാക്കേജ്. ദേ വിൽ ഡെലിവർ വാട്ട്? ദ പാക്കേജ്. അപ്പൊ ദ പാക്കേജ് ആണ് നമ്മുടെ ഒബ്ജക്റ്റ്. സോ ദ പാക്കേജ് വിൽ എഴുതി. വിൽ ബി ഡെലിവേർഡ് എന്ന് വേണം അല്ലെ. ബി എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്തു. V3 ഫോം ആണ്. ആൻഡ് ബൈ ആഡ് ചെയ്തു. ദേ എന്തായി? ദമ്മായി. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ട് ആക്റ്റീവ് ആൻഡ് പാസീവിൽ ഇത്രയും ടെൻസസിലേ നിങ്ങളോട് ചോദിക്കുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ദ ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ ലെസൺ. ടീച്ചർ എക്സ്പ്ലെയിൻസ് ആണ്, പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അവിടെ ഒബ്ജക്റ്റ് ദ ലെസൺ ആണല്ലേ. അപ്പൊ ദ ലെസൺ ഓക്കെ ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ ടീച്ചർ എന്ന് നമുക്ക് എഴുതാം. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് എഴുതാം. ഇനി അടുത്തത് നോക്കിക്കേ, മൈ സിസ്റ്റർ ഈസ് കുക്കിംഗ് ദ ഡിന്നർ അല്ലെ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡിന്നർ ആണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഡിന്നർ ഈസ് ബീങ് കുക്ക്ഡ് ബൈ മൈ സിസ്റ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ കമ്പനി വിൽ ലോഞ്ച് എ ന്യൂ പ്രൊഡക്റ്റ് അല്ലെ. ഇവിടെ ഫ്യൂച്ചർ ടെൻസ് ആണ്, വില്ലാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്? തേർഡ് നോക്കിക്കേ, എ ന്യൂ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ന്യൂ പ്രൊഡക്റ്റ് ആദ്യം ന്യൂ പ്രൊഡക്റ്റ് വിൽ കഴിഞ്ഞിട്ട് എന്ത് വേണോടാ? BE വേണം അല്ലെ. വിൽ ബി ലോഞ്ച്ഡ് ബൈ ദ കമ്പനി. ഓക്കെ, റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ കാറ്റ് ചേസ് ദ മൗസ് അല്ലെ. പാസ്റ്റ് ടെൻസ് ആണ്. The mouse fourth ആണ് കേട്ടോ. The mouse was chased വരണം അല്ലെ. past tense ആണ്. was chased by the
cat എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സോ ഏകദേശം ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ താഴെ കമന്റ് ചെയ്യാട്ടോ. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് വരുന്നത് എന്നുള്ളത് കമന്റ് ചെയ്താൽ മതി. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത്. ദ വർക്കേഴ്സ് റിപ്പയർഡ് ദ കാർ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ ഏതാണ് ആൻസർ വരിക എന്നുള്ളത് എന്റെ മക്കൾ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ആക്റ്റീവ് ആൻഡ് പാസീവ് എന്നുള്ള ഗ്രാമർ സെക്ഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ആൻഡ് നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട. ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് കറക്റ്റ് ആയവർക്ക് മെസ്സേജ് അയക്കുന്നതാണ് കേട്ടോ. നമ്മുടെ താഴെ യൂട്യൂബിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. സോ അപ്പൊ എല്ലാവർക്കും ബൈ.